ഭഗവതേ വാസുദേവായ. പ്രണവം അസ്ട്രോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. കൂടാതെ നക്ഷത്ര സംബന്ധമായിട്ടോ ജാതക സംബന്ധമായിട്ടോ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ എന്നെ വിളിച്ചോളൂ. ഞാനിവിടെ പറയുന്നത് ജനുവരി മാസം 12-ാം തീയതി തിങ്കളാഴ്ച മുതൽ ജനുവരി മാസം 18-ാം തീയതി ഞായറാഴ്ച വരെയുള്ള ഒരാഴ്ചക്കാലത്തെ മേടം രാശി മുതൽ മീനം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള 27 നക്ഷത്രക്കാരുടെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് ഞാനിവിടെ പറയുന്നത്. അതിൽ അശ്വതിയും ഭരണിയും കാർത്തിക നക്ഷത്രം 15 നാഴികയും കൂടിച്ചേരുന്ന ഈ മേടം രാശിയിൽ ജനിച്ചവർക്ക് ഈ ഒരാഴ്ചക്കാലത്ത് ഭാഗ്യാനുഭവങ്ങളും മനസ്സന്തോഷത്തിനുമെല്ലാം സാധ്യത കാണുന്നുണ്ട്. പൊതുവേ മേടം രാശിക്കാർക്ക് ഏഴരശനിയുടേതായിട്ടുള്ള കാലഘട്ടം നിലനിൽക്കുന്നുണ്ടെങ്കിലും ജന്മരാശ്യാധിപനായിരിക്കുന്ന ചൊവ്വ ഭാഗ്യസ്ഥാനത്തും ബലവാനായിക്കൊണ്ട് കർമ്മസ്ഥാനത്ത് സഞ്ചരിക്കുന്നതും കൂടാതെ സൂര്യൻ്റെയും ബുധൻ്റെയും ശുക്രൻ്റെയും എല്ലാം അനുകൂല സ്ഥിതി മൂലവും ആരോഗ്യസ്ഥിതി പൊതുവെ തൃപ്തികരമായിട്ട് കാണുന്നതായിട്ടൊരു സമയമാണ് മേടം രാശിക്കാർക്ക്. എങ്കിലും 5-ാം ഭാവത്തിൽ കേതുവിൻ്റേതായ സാന്നിധ്യവും ഏഴരശനിയുടേതായിട്ടുള്ള സ്വാധീന ശക്തിയും നിലനിൽക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് യാത്രകളിലും ഡ്രൈവിങ്ങിലും എല്ലാം ഈ മേടം രാശിക്കാരെ ശ്രദ്ധിക്കണം. വീഴ്ചകളോ ക്ഷതങ്ങളോ വരാതെ നോക്കേണ്ടുന്നതായിട്ടൊരു സമയമാണ്. ഇനി തൊഴിൽപരമായിട്ട് ചിന്തിക്കുമ്പോഴാണെങ്കിൽ നിവൃത്തിനാഥനായിരിക്കുന്ന ശുക്രൻ്റെ അനുകൂല സ്ഥിതിയും ജന്മരാശ്യാധിപൻ ഭാഗ്യസ്ഥാനത്ത് കർമ്മസ്ഥാനത്ത് സഞ്ചരിക്കുന്നതുകൊണ്ട് സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ധാരാളമായിട്ടുള്ള നേട്ടങ്ങൾക്കും അഭിവൃദ്ധിക്കുമെല്ലാം സാധ്യത കാണുന്നുണ്ട്. കഠിനാധ്വാനത്തിന് തക്കതായിട്ടുള്ള പ്രതിഫലം കിട്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ്. ഇനി വിദ്യാർത്ഥികൾക്കാണെങ്കിൽ പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനും അതുമൂലം പഠനത്തിൽ വലിയ മുന്നേറ്റത്തിനും സാധ്യത കാണുന്നുണ്ട് ഈ ഒരു സമയങ്ങളിൽ. ഇനി കുടുംബത്തിലാണെങ്കിലും കുടുംബ ബന്ധങ്ങളിലാണെങ്കിലും ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലാണെങ്കിലും സന്താനഭാവങ്ങളിലും എല്ലാം തന്നെ സന്തോഷവും മനസ്സമാധാനവും നിലനിൽക്കുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ ഒരാഴ്ചക്കാലത്ത്. ലാഭസ്ഥാനത്ത് നിൽക്കുന്ന രാഹുവിൻ്റേതായ സ്വാധീന ശക്തിയും സർവീശ്വരകാരകനായിരിക്കുന്ന വ്യാഴത്തിൻ്റേതായ അനുകൂല സ്ഥിതിയും മൂലം ധനപരമായിട്ട് നേട്ടങ്ങൾക്കും അഭിവൃദ്ധിക്കുമെല്ലാം സാധ്യത കാണുന്നുണ്ടെങ്കിലും ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം വ്യയസ്ഥാനത്തെ ശനീശ്വരൻ്റെ സ്വാധീന ശക്തി മൂലം അപ്രതീക്ഷിതമായിട്ടുള്ള ചിലവ് വർധനവിന് സാധ്യത കാണുന്നതിനാൽ സാമ്പത്തിക സ്ഥിതിയിൽ ചാഞ്ചാട്ടം വരാതെ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ ഒരു സമയങ്ങളിൽ. അതുകൊണ്ട് മേടം രാശിയിൽ ജനിച്ചവർ ഈ ഒരു സമയത്ത് നവഗ്രഹ ക്ഷേത്രത്തിൽ ശനീശ്വര പ്രീതികരമായിട്ടുള്ള വഴിപാടുകൾ ചെയ്യുന്നത് വളരെ വളരെ നല്ലതാണ്. ശനീശ്വരന് എള്ളെണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നതും ശനീശ്വരന് നീരാഞ്ജനം ചെയ്യുന്നതും നെയ്വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതും ഈ ഒരു സമയത്ത് വളരെയധികം ഗുണം ചെയ്യും. കാർത്തിക നക്ഷത്രം 45 നാഴികയും രോഹിണി നക്ഷത്രവും മകീരം നക്ഷത്രം 30 നാഴികയും കൂടിച്ചേരുന്ന ഇടവം രാശിയിൽ ജനിച്ചവർക്കാണെങ്കിൽ ഈ ഒരാഴ്ചക്കാലത്ത് വളരെയധികം ശ്രദ്ധയോടുകൂടി ഈശ്വരാനുഗ്രഹത്തോടു കൂടിയിട്ട് മുന്നോട്ട് പോകുന്ന പക്ഷം ദൈനംദിന ജീവിതത്തിൽ എല്ലാ മേഖലകളിലും തന്നെ ഉയർച്ചയ്ക്കും മുന്നേറ്റത്തിനും സാധ്യത കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ആരോഗ്യപരമായിട്ട് ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ടെങ്കിലും ജന്മരാശിയിലേക്ക് ശനീശ്വരൻ്റേതായിട്ടുള്ള ദൃഷ്ടി വരുന്നതുകൊണ്ട് യാത്രകളിലും ഡ്രൈവിങ്ങിലും എല്ലാം തന്നെ കുറച്ചൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. എന്നാൽ
തൊഴിൽപരമായിട്ടാണെങ്കിൽ ധാരാളമായിട്ടുള്ള നേട്ടങ്ങൾക്കും അഭിവൃദ്ധിക്കും മനസ്സന്തോഷത്തിനും സാധ്യത കാണുന്നതായിട്ടുള്ളൊരു സമയമാണ്. കർമാധിപതി ലാഭസ്ഥാനത്ത് നിൽക്കുന്നതും കർമ്മസ്ഥാനത്ത് രാഹുവിൻ്റേതായ സാന്നിധ്യം നിലനിൽക്കുന്നതുകൊണ്ടും നിവൃത്തിനാഥനായിരിക്കുന്ന ചൊവ്വയാണെങ്കിൽ 15-ാം തീയതിക്ക് ശേഷം ഉച്ചബലത്തോടു കൂടിയിട്ട് ഭാഗ്യസ്ഥാനത്ത് സഞ്ചരിക്കുന്നത് കൊണ്ട് സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും കഠിനാധ്വാനത്തോടെ അർപ്പണ മനോഭാവത്തോടെ മുന്നോട്ട് പോകുന്ന പക്ഷം കർമ്മസംബന്ധമായിട്ട് നിരവധിയായിട്ടുള്ള നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. പ്രത്യേകിച്ച് കഠിനാധ്വാനത്തിന് തക്കതായിട്ടുള്ള പ്രതിഫലം കിട്ടുന്നതായിട്ടൊരു സമയം കൂടിയാണ്. ഇനി വിദ്യാർത്ഥികൾക്കാണെങ്കിൽ കഠിനാധ്വാനം ചെയ്തു പഠിക്കുന്ന കാര്യങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്ന പക്ഷം നേട്ടങ്ങൾക്കും മനസ്സന്തോഷത്തിനുമെല്ലാം സാധ്യത കാണുന്നുണ്ട്. കുടുംബത്തിലാണെങ്കിലും കുടുംബ ബന്ധങ്ങളിലാണെങ്കിലും സന്താനഭാവങ്ങളിലും എല്ലാം തന്നെ പൊതുവേ അനുകൂലമായിട്ടൊരു സമയമാണ്. വിശേഷിച്ച് ധനസ്ഥാനത്ത് ലാഭാധിപനായിരിക്കുന്ന വ്യാഴത്തിൻ്റെ സ്വാധീനശക്തി കാണുന്നതുകൊണ്ട് സാമ്പത്തികപരമായിട്ടുള്ള ഭദ്രത കുറേയൊക്കെ മെച്ചപ്പെടുവാനും അനുകൂലമായിട്ടൊരു സമയമാണ്. അതുകൊണ്ട് ഇടവം രാശിയിൽ ജനിച്ചവർ ഈ ഒരു സമയത്തെ മനസ്സിലാക്കിക്കൊണ്ട് ദേവീക്ഷേത്രത്തിൽ ഭാഗ്യസൂക്തം അർച്ചന ചെയ്യുന്നത് വളരെ നല്ലതാണ്. അവതാര വിഷ്ണുവിങ്കിലാണെങ്കിൽ നെയ്വിളക്ക് വയ്ക്കുന്നതും ശിവക്ഷേത്രത്തിലെ കൂവളത്തിൻ്റെ ഇല കൊണ്ട് ഭഗവാൻ അർച്ചന ചെയ്തു പ്രാർത്ഥിക്കുന്നതും വളരെ വളരെ നല്ലതാണ് ഈ ഒരു സമയങ്ങളിൽ. മകീര്യം നക്ഷത്രം 30 നാഴികയും തിരുവാതിര നക്ഷത്രവും പുണർദം നക്ഷത്രം 45 നാഴികയും കൂടിച്ചേരുന്ന മിഥുനം രാശിയിൽ ജനിച്ചവർക്ക് ഈ ഒരാഴ്ചക്കാലത്ത് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലം കാണുന്നതായിട്ടൊരു സമയമാണ്. ഈ ആഴ്ചയുടെ ആരംഭഘട്ടത്തിൽ ആരോഗ്യസ്ഥിതി പൊതുവേ തൃപ്തികരമായിട്ട് കാണാമെങ്കിലും ആഴ്ചയുടെ അവസാന ഘട്ടത്തിൽ സുഖസ്ഥാനാധിപനായിരിക്കുന്ന ബുധൻ്റെ അഷ്ടമഭാവസ്ഥിതിയും കൂടാതെ സൂര്യനും ശുക്രനും ചൊവ്വയ്ക്കും എല്ലാം അഷ്ടമഭാവസ്ഥിതി വരുന്നതുകൊണ്ട് ആഴ്ചയുടെ അവസാന ഘട്ടത്തിൽ ആരോഗ്യ പരിപാലനത്തിൽ പ്രത്യേകിച്ച് യാത്രകളിൽ ഡ്രൈവിങ്ങിലെല്ലാം തന്നെ ശ്രദ്ധിക്കണം. ഇനി തൊഴിൽപരമായിട്ട് നോക്കുമ്പോഴാണെങ്കിൽ നിവൃത്തിനാഥനും കർമാധിപനുമായിരിക്കുന്നതായ വ്യാഴത്തിൻ്റെ സ്വാധീനശക്തി കാണുന്നതുകൊണ്ട് സ്വയം തൊഴിൽ ചെയ്യുന്നവരിലാണെങ്കിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കാണെങ്കിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കും ധാരാളമായിട്ടുള്ള നേട്ടങ്ങൾക്കും അഭിവൃദ്ധിക്കുമെല്ലാം സാധ്യത കാണുന്നുണ്ട്. അതുമൂലം സാമ്പത്തികപരമായിട്ടുള്ള ഭദ്രത കുറേയൊക്കെ മെച്ചപ്പെടുവാനും സാധ്യത കാണുന്നതായിട്ടുള്ളൊരു സമയമാണ്. എന്നാൽ ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം, കർമ്മസ്ഥാനത്ത് അഷ്ടമാധിപനായിരിക്കുന്ന ശനീശ്വരൻ്റെ സ്വാധീനശക്തി ഉള്ളതുകൊണ്ട് കർമ്മസംബന്ധമായിട്ട് തൻ്റെ കൂടെ നിൽക്കുന്നവരിൽ നിന്നോ മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ വരാതെ നോക്കണം. ഈ സമയങ്ങളിൽ വിട്ടുവീഴ്ച മനോഭാവം കൂടുതലും വേണ്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ്. ക്ഷമാശീലവും കൂടുതലും വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ്. എന്നാൽ വിദ്യാർത്ഥികൾക്കാണെങ്കിലും കുടുംബത്തിലാണെങ്കിലും കുടുംബ ബന്ധങ്ങളിലും എല്ലാം തന്നെ ഈ ആഴ്ചയുടെ ആരംഭത്തിൽ ധാരാളമായിട്ടുള്ള ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. എന്നാൽ ആഴ്ചയുടെ അവസാന ഘട്ടങ്ങളിൽ ശ്രദ്ധയും ദീർഘവീക്ഷണവും കൂടുതലും വേണ്ടുന്നതായിട്ടൊരു സമയമാണ്. അലസതകളും ക്ഷീണാവസ്ഥകളും വരാതെ നോക്കണം ഈ ഒരു സമയങ്ങളിൽ. അതുകൊണ്ട് മിഥുനം രാശിയിൽ ജനിച്ചവർ ഈ നവഗ്രഹ ക്ഷേത്രത്തിൽ ശനീശ്വര പ്രീതികരമായിട്ടുള്ള വഴിപാടുകൾ ചെയ്യുന്നത് വളരെ നല്ലതാണ്. ശനീശ്വരന് പ്രത്യേകിച്ച് എള്ളെണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നതും നീരാഞ്ജനം ചെയ്തു പ്രാർത്ഥിക്കുന്നതും മിഥുനം രാശിക്കാർക്ക് വളരെ നല്ലതാണ്. ഇനി പുണർദം നക്ഷത്രം 15 നാഴികയും പൂയം നക്ഷത്രവും ആയില്യം നക്ഷത്രവും കൂടിച്ചേരുന്ന കർക്കിടകം രാശിയിൽ ജനിച്ചവർക്ക് ഈ ഒരാഴ്ചക്കാലത്ത് ഈശ്വരാനുഗ്രഹവും ശ്രദ്ധയും കൂടുതലും വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ്. ആഴ്ചയുടെ ആരംഭഘട്ടത്തിലാണെങ്കിൽ രോഗസ്ഥാനമായിട്ടുള്ള 6-ാം ഭാവത്തിൽ സൂര്യനും ചൊവ്വയും ബുധനും ശുക്രനും നിൽക്കുന്നതും
കൂടാതെ അഷ്ടമത്തിലാണെങ്കിൽ രാഹുവിൻ്റേതായ സാന്നിധ്യം നിലനിൽക്കുന്നതുകൊണ്ടും ആഴ്ചയുടെ തുടക്കത്തിൽ ആരോഗ്യപരിപാലനത്തിൽ, ജീവിത അനുഷ്ഠാനങ്ങളിൽ കൂടുതലും ശ്രദ്ധ വേണ്ടതാണ്. എന്നാൽ ആഴ്ചയുടെ അവസാന ഘട്ടത്തിലാണെങ്കിൽ ഈ സൂര്യനും ബുധനും ശുക്രനും, പ്രത്യേകിച്ച് ചൊവ്വയാണെങ്കിൽ തൻ്റെ ഉച്ചരാശിയിൽ ബലവാനായിട്ട് സഞ്ചരിക്കുന്നതുകൊണ്ട് ആ ചൊവ്വയുടേതായിട്ടുള്ള ദൃഷ്ടിയാണെങ്കിൽ ജന്മരാശിയിലേക്ക് വരുന്നതുകൊണ്ട് ആഴ്ചയുടെ അവസാന ഘട്ടത്തിൽ ആരോഗ്യപരമായിട്ട് ദൈനംദിന ജീവിതത്തിൽ ഗുണാനുഭവങ്ങൾക്കും മനസ്സന്തോഷത്തിനുമെല്ലാം സാധ്യത കാണുന്നുണ്ട്. ഇനി തൊഴിൽപരമായിട്ട് ചിന്തിക്കുമ്പോഴാണെങ്കിൽ കർമ്മസംബന്ധമായിട്ട് കുറച്ചൊക്കെ കഠിനാധ്വാനം വേണ്ടി വരുമെങ്കിലും ശ്രദ്ധയോടെ വളരെയധികം ദീർഘവീക്ഷണത്തോടു കൂടിയിട്ട് മുന്നോട്ട് പോകേണ്ടതാണ് ഈ ഒരാഴ്ചയിൽ. പ്രത്യേകിച്ച് തൻ്റെ കൂടെ നിൽക്കുന്നവരുമായിട്ടോ സഹായികളുമായിട്ടോ മാനസികമായിട്ടുള്ള വിഷമതകളോ അഭിപ്രായ ഭിന്നതകളോ വരാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി വിദ്യാർത്ഥികൾക്കാണെങ്കിലോ ജ്ഞാനകാരകനായിരിക്കുന്ന വ്യാഴത്തിൻ്റെ ദുരിതഭാവസ്ഥിതിയും ഈ ആഴ്ചയുടെ ആരംഭത്തിലാണെങ്കിൽ വിദ്യാമാതുലകാരകനായിരിക്കുന്ന ബുധൻ്റെ 6ാം ഭാവത്തിലെ സ്ഥിതിയും മൂലം പഠനകാര്യങ്ങളിലെ ചില വെല്ലുവിളികൾ കാണാമെങ്കിലും കഠിനാധ്വാനം ചെയ്തു പഠിക്കുന്ന കാര്യങ്ങളിലേക്ക് കൂടുതലായിട്ട് ശ്രദ്ധ കൊടുക്കണം. അലസതകളും ക്ഷീണാവസ്ഥകളും വരാതെ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ ഒരു സമയങ്ങളിൽ. ഇനി കുടുംബത്തിലാണെങ്കിലും കുടുംബ ബന്ധങ്ങളിലാണെങ്കിലും സന്താനഭാവങ്ങളിലും പ്രത്യേകിച്ച് ധനപരമായിട്ട് വളരെയധികം ശ്രദ്ധ വേണ്ടുന്നതായിട്ടൊരു സമയമാണ്. പ്രത്യേകിച്ച് സാമ്പത്തികപരമായിട്ടുള്ള കൊടുക്കൽ വാങ്ങലുകളിൽ ഈ ഒരു സമയങ്ങളിൽ നഷ്ടം വരാതെ നോക്കണം. അതുകൊണ്ട് കർക്കിടകം രാശിയിൽ ജനിച്ചവർ ഈ ഒരു സമയത്ത് വിഷ്ണുവിനെ ഭജിക്കുന്നതും വിഷ്ണു സഹസ്രനാമ ജപം ചെയ്യുന്നതും ഭഗവാന് തുളസിമാല ചാർത്തുന്നതും വളരെ വളരെ നല്ലതാണ്. മകം നക്ഷത്രവും പൂരം നക്ഷത്രവും ഉത്രം നക്ഷത്രം 15 നാഴികയും കൂടിച്ചേരുന്ന ചിങ്ങം രാശിയിൽ ജനിച്ചവർക്ക് ഗുണദോഷ സമ്മിശ്ര ഫലം കാണാമെങ്കിലും വളരെയധികം ശ്രദ്ധയോടു കൂടിയിട്ട് മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ ഒരാഴ്ചക്കാലത്ത്. ഈ ആഴ്ചയുടെ തുടക്കത്തിലാണെങ്കിൽ ദൈനംദിന ജീവിതത്തിൽ ആരോഗ്യപരമായിട്ട് എല്ലാം ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ടെങ്കിലും ജനുവരി മാസം 14-ാം തീയതി മുതൽ ജന്മരാശ്യാധിപനായിരിക്കുന്ന സൂര്യന് 6ാം ഭാവസ്ഥിതി വരുന്നതുകൊണ്ടും അഷ്ടമഭാവത്തിലാണെങ്കിൽ ശനീശ്വരൻ്റെ സാന്നിധ്യം നിലനിൽക്കുന്നതുകൊണ്ടും ജന്മരാശിയിൽ കേതു നിൽക്കുന്നതുകൊണ്ടും ആഴ്ചയുടെ അവസാന ഘട്ടങ്ങളിൽ ആരോഗ്യപരമായിട്ട് ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ദൈനംദിന ജീവിതത്തിൽ ചില സമയങ്ങളിൽ ഉണ്ടാകുന്നതായ മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങളെയും അനാവശ്യമായിട്ടുള്ള യാത്രകളെയും ചിന്തകളെയും ഒഴിവാക്കേണ്ടതാണ്. തൊഴിൽപരമായിട്ട് വളരെയധികം ശ്രദ്ധയോടു കൂടിയിട്ട് വളരെയധികം ദീർഘവീക്ഷണത്തോടു കൂടിയിട്ട് മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ്. കർമ്മപരമായിട്ട് തൻ്റെ കൂടെ നിൽക്കുന്നവരുമായിട്ടോ സഹായികളുമായിട്ടോ അഭിപ്രായ ഭിന്നതകളോ തർക്കങ്ങളോ വരാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി വിദ്യാർത്ഥികളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ കഠിനാധ്വാനം ചെയ്തു പഠിക്കുന്ന കാര്യങ്ങളിലേക്ക് കൂടുതലും ശ്രദ്ധ വേണ്ടുന്നതായിട്ടൊരു സമയമാണ്. ഇനി കുടുംബത്തിലാണെങ്കിലും ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലാണെങ്കിലും ചില സമയങ്ങളിൽ ചെറിയ ചെറിയ തർക്കങ്ങളോ മനോവിഷമതകളോ വരാതെ ശ്രദ്ധിക്കണം. ധനപരമായിട്ടാണെങ്കിൽ അഭിവൃദ്ധിക്കും ശ്രേയസ്സിനുമെല്ലാം സാധ്യത കാണുന്നുണ്ടെങ്കിലും അനാവശ്യമായിട്ടുള്ള ചിലവുകളെ നിയന്ത്രിച്ച് മുന്നോട്ട് പോകേണ്ടതാണ് ഈ ഒരു സമയങ്ങളിൽ. അതുകൊണ്ട് ചിങ്ങം രാശിയിൽ ജനിച്ചവർ നവഗ്രഹ ക്ഷേത്രത്തിൽ ശനീശ്വര പ്രീതികരമായിട്ടുള്ള വഴിപാടുകൾ ചെയ്യണം. ശിവക്ഷേത്രത്തിലാണെങ്കിൽ രുദ്രധാര ചെയ്യുന്നതും കൂവളത്തിൻ്റെ ഇല കൊണ്ട് ഭഗവാൻ അർച്ചന ചെയ്യുന്നതും ഈ ഒരു സമയത്ത് വളരെ നല്ലതാണ്. ഉത്രം നക്ഷത്രം 45 നാഴികയും അത്തം നക്ഷത്രവും ചിത്തിര നക്ഷത്രം 30 നാഴികയും കൂടിച്ചേരുന്ന കന്നിരാശിയിൽ ജനിച്ചവർക്കാണെങ്കിൽ ഈ ഒരാഴ്ചക്കാലത്ത് അവരുടെ ദൈനംദിന ജീവിതത്തിൽ എല്ലാ മേഖലകളിലും തന്നെ ഉയർച്ചയ്ക്കും മുന്നേറ്റത്തിനും സാധ്യത കാണുന്നുണ്ട്.
ജന്മരാശ്യാധിപനായിരിക്കുന്ന ബുധൻ്റെ അനുകൂല സ്ഥിതി മൂലം ആരോഗ്യം പൊതുവെ തൃപ്തികരമായിട്ട് കാണുന്നതായിട്ടൊരു സമയമാണ്. പ്രത്യേകിച്ച് തൊഴിൽ മേഖലകളിലാണെങ്കിൽ വളരെ വളരെ അനുകൂലമായിട്ടുള്ളൊരു സമയമാണ്. കർമാധിപനായിരിക്കുന്ന ബുധൻ സുഖസ്ഥാനത്തും 5-ാം ഭാവത്തിലും സഞ്ചരിക്കുന്നതും കർമ്മസ്ഥാനത്ത് നിൽക്കുന്ന വ്യാഴത്തിൻ്റെ ദൃഷ്ടിയാണെങ്കിൽ സുഖസ്ഥാനമായിട്ടുള്ള 4-ാം ഭാവത്തേക്ക് വരുന്നതുകൊണ്ട് സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും കഠിനാധ്വാനത്തിന് തക്കതായിട്ടുള്ള പ്രതിഫലം കിട്ടുന്നതായിട്ടുള്ളൊരു സമയമാണ്. അതുമൂലം സാമ്പത്തികപരമായിട്ടുള്ള ഭദ്രത കുറേയൊക്കെ മെച്ചപ്പെടുവാനും സാധ്യത കാണുന്നുണ്ട് ഈ ഒരു സമയങ്ങളിൽ. ഇനി ജ്ഞാനകാരകനായിരിക്കുന്ന വ്യാഴത്തിൻ്റേതായ സ്വാധീന ശക്തിയും വിദ്യാമാതുലകാരകനായിരിക്കുന്ന ബുധൻ്റെ അനുകൂല സ്ഥിതിയും മൂലം വിദ്യാർത്ഥികൾക്കാണെങ്കിൽ പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനും നല്ല മികവ് പുലർത്തുവാനും കഴിയുന്നതായിട്ടൊരു സമയമാണ്. കുടുംബത്തിലാണെങ്കിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കും. മക്കളുടേതായിട്ടുള്ള കാര്യങ്ങളിൽ ചില നേട്ടങ്ങൾ കിട്ടുന്നതായിട്ടൊരു സമയമാണ്. പ്രത്യേകിച്ച് ഗൃഹസംബന്ധമായിട്ട് മുടങ്ങിക്കിടന്നിരുന്ന പല കാര്യങ്ങളും അനുകൂലമായിട്ട് വരുവാനും സാധ്യത കാണുന്നുണ്ട്. എന്നാൽ ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലെ പരസ്പരം കാര്യങ്ങളെയെല്ലാം തന്നെ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകണം. അഭിപ്രായ ഭിന്നതകളോ മനോവിഷമതകളോ വരാതെ സൂക്ഷിക്കണം ഈ ഒരു സമയങ്ങളിൽ. അതുകൊണ്ട് കന്നിരാശിയിൽ ജനിച്ചവർ നവഗ്രഹ ക്ഷേത്രത്തിൽ ശനീശ്വര പ്രീതികരമായിട്ടുള്ള വഴിപാടുകൾ ചെയ്യുന്നത് നല്ലതാണ്. ശിവക്ഷേത്രത്തിലാണെങ്കിൽ ഭഗവാന് ഉമാമഹേശ്വര പൂജ ചെയ്ത് പ്രാർത്ഥിക്കുന്നതും ഈ ഒരു സമയത്ത് വളരെ ഗുണം ചെയ്യും. ഇനി ചിത്തിര നക്ഷത്രം 30 നാഴികയും ചോതി നക്ഷത്രവും വിശാഖം നക്ഷത്രം 45 നാഴികയും കൂടിച്ചേരുന്ന ഈ തുലാം രാശിയിൽ ജനിച്ചവർക്കാണെങ്കിൽ ഈ ഒരാഴ്ചക്കാലത്ത് ഈശ്വരാനുഗ്രഹത്തോടെ മുന്നോട്ട് പോകുന്ന പക്ഷം നിരവധിയായിട്ടുള്ള നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നതായിട്ടൊരു സമയമാണ്. ജന്മരാശ്യാധിപനായിരിക്കുന്ന ശുക്രൻ്റെ അനുകൂല സ്ഥിതിയും ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്ന വ്യാഴത്തിൻ്റെ ദൃഷ്ടി ജന്മരാശിയിലേക്ക് വരുന്നതുകൊണ്ട് ആരോഗ്യസ്ഥിതി പൊതുവെ തൃപ്തികരമായിട്ട് കാണുന്നതായിട്ടൊരു സമയമാണ്. ഇനി കർമ്മസംബന്ധമായിട്ട് ചിന്തിക്കുമ്പോഴാണെങ്കിൽ സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും കഠിനാധ്വാനത്തിന് നല്ല പ്രതിഫലം കിട്ടുന്നതായിട്ടൊരു സമയമാണ്. ധാരാളമായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുന്നതായിട്ടൊരു സമയം കൂടിയാണ്. അതുകൊണ്ട് സാമ്പത്തികപരമായിട്ടുള്ള ഭദ്രത കുറേയൊക്കെ മെച്ചപ്പെടുവാനും സാധ്യത കാണുന്നുണ്ട് ഈ ഒരു സമയങ്ങളിൽ. വിദ്യാർത്ഥികൾക്കും വളരെ വളരെ നേട്ടങ്ങൾ കിട്ടുന്നതായിട്ടുള്ളൊരു സമയമാണ്. പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനും മനോബലവും ധൈര്യവും കിട്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ വിദ്യാർത്ഥികളിൽ. കുടുംബത്തിലാണെങ്കിലും കുടുംബ ബന്ധങ്ങളിലാണെങ്കിലും ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലാണെങ്കിലും സന്താനഭാവങ്ങളിലും എല്ലാം തന്നെ നിരവധിയായിട്ടുള്ള നേട്ടങ്ങൾക്കും മനസ്സന്തോഷത്തിനും സാധ്യത കാണുന്നുണ്ട്. പൊതുവേ ഈ തുലാം രാശിക്കാർക്ക് ഒരു നല്ലൊരു സമയമാണ് ഈ ഒരു ആഴ്ചക്കാലത്ത്. അതുകൊണ്ട് ദേവീക്ഷേത്രത്തിൽ ഭാഗ്യസൂക്തം അർച്ചന ചെയ്ത് പ്രാർത്ഥിക്കുന്നത് വളരെയധികം ഗുണം ചെയ്യും ഈ ഒരു സമയങ്ങളിൽ. വിശാഖം നക്ഷത്രം 15 നാഴികയും അനീഴം നക്ഷത്രവും തൃക്കേട്ട നക്ഷത്രവും കൂടിച്ചേരുന്ന വൃശ്ചികം രാശിയിൽ ജനിച്ചവർക്കാണെങ്കിൽ ഈ ഒരാഴ്ചക്കാലത്ത് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലം കാണുന്ന സമയമാണ്. എന്നാൽ ജന്മരാശ്യാധിപനായിരിക്കുന്ന ചൊവ്വയാണെങ്കിൽ 2-ാം ഭാവത്തിലും 3-ാം ഭാവത്തിൽ ഉച്ചബലത്തോടു കൂടിയിട്ട് സഞ്ചരിക്കുന്നതും നിവൃത്തിനാഥനായിരിക്കുന്ന ശുക്രൻ്റെ അനുകൂല സ്ഥിതിയും മൂലം ആരോഗ്യപരമായിട്ട് ശ്രേയസ്സും അഭിവൃദ്ധിയും എല്ലാം കാണുന്നുണ്ട്. തൊഴിൽപരമായിട്ടായാലും ധാരാളമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാകുന്നതായിട്ടൊരു സമയമാണ്. കർമാധിപതിയായിരിക്കുന്ന സൂര്യൻ്റെ അനുകൂല സ്ഥിതിയും നിവൃത്തിനാഥനായിരിക്കുന്ന ശുക്രൻ്റെ സ്വാധീന ശക്തിയും തൊഴിൽ മേഖലകളിലെ ഉയർച്ചയ്ക്ക് സാധ്യത കാണുന്നുണ്ട്. പ്രത്യേകിച്ച് അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുകയും അതുമൂലം മനസ്സന്തോഷത്തിനുമെല്ലാം സാധ്യത കാണുന്നതായിട്ടൊരു സമയമാണ്. ഈ ഗുണാനുഭവങ്ങളെല്ലാം പറയുന്നുണ്ടെങ്കിലും 10-ാം ഭാവമായിട്ടുള്ള കർമ്മസ്ഥാനത്ത്
കേതുവിൻ്റേതായ സാന്നിധ്യം ഉള്ളതുകൊണ്ട് തൊഴിൽ മേഖലകളിൽ അല്ലെങ്കിൽ അധികാരികളിൽ നിന്നോ തൻ്റെ കൂടെ നിൽക്കുന്ന സഹായികളിൽ നിന്നോ മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ വരാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് സാമ്പത്തികപരമായിട്ടുള്ള ഇടപാടുകളിൽ കൂടുതലും ശ്രദ്ധ വേണ്ടുന്നതായിട്ടൊരു സമയമാണ് ഈ ഒരാഴ്ചക്കാലത്ത്. ഇനി വിദ്യാർത്ഥികളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണെങ്കിൽ ജന്മരാശ്യാധിപൻ്റെ അനുകൂല സ്ഥിതിയും വിദ്യാമാതുലകാരകനായിരിക്കുന്ന ബുധൻ്റെ അനുകൂല സ്ഥിതിയും മൂലം വിദ്യാർത്ഥികൾക്ക് പഠന സംബന്ധമായിട്ട് ഉയർച്ചയ്ക്കും മുന്നേറ്റത്തിനുമെല്ലാം സാധ്യത കാണുന്നുണ്ട്. പഠന വിഷയത്തിൽ നല്ല മികവ് പുലർത്തുവാൻ കഴിയുന്നതായിട്ടൊരു സമയമാണ്. ഇനി ധനസംബന്ധമായിട്ടാണെങ്കിൽ കൊടുക്കൽ വാങ്ങലുകളിൽ കഷ്ടനഷ്ടങ്ങൾ വരാതെ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് കുടുംബത്തിലാണെങ്കിലും കുടുംബ ബന്ധങ്ങളിലാണെങ്കിലും സന്താനഭാവങ്ങളിലും എല്ലാം കൂടുതൽ ശ്രദ്ധയും ജാഗ്രതയും നല്ലതാണ്. ഈ ഒരാഴ്ചക്കാലത്ത് അഭിപ്രായ ഭിന്നത വരാതെ പ്രത്യേകം നോക്കേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ്. അതുകൊണ്ട് വൃശ്ചികം രാശിയിൽ ജനിച്ചവർ ഈ ഒരു സമയത്ത് വിഷ്ണുവിനെ ഭജിക്കുന്നതും വ്യാഴാഴ്ച ദിവസം വിഷ്ണു സഹസ്രനാമ ജപം ചെയ്യുന്നതും ഭഗവാന് പാൽപായസ നിവേദ്യം ചെയ്യുന്നതും തുളസിമാല ചാർത്തി പ്രാർത്ഥിക്കുന്നതും വളരെ വളരെ നല്ലതാണ്. മൂലം നക്ഷത്രവും പൂരാടം നക്ഷത്രവും ഉത്രാടം നക്ഷത്രം 15 നാഴികയും കൂടിച്ചേരുന്ന ധനുരാശിയിൽ ജനിച്ചവർക്ക് ഈ ഒരാഴ്ചക്കാലത്ത് വളരെയധികം ശ്രദ്ധയോടു കൂടിയിട്ട് മുന്നോട്ട് പോകുന്ന പക്ഷം നിരവധിയായിട്ടുള്ള നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നതായിട്ടൊരു സമയമാണ്. ആരോഗ്യസ്ഥിതി പൊതുവെ തൃപ്തികരമായിട്ട് കാണാമെങ്കിലും കണ്ടകശനിയിലൂടെ സഞ്ചരിക്കുന്ന ശനീശ്വരൻ്റെ ദൃഷ്ടി ജന്മരാശിയിലേക്ക് വരുന്നതുകൊണ്ട് യാത്രകളിലും ഡ്രൈവിങ്ങിലും കുറച്ചൊക്കെ ശ്രദ്ധിക്കണം. എന്നാൽ തൊഴിൽപരമായിട്ടാണെങ്കിൽ ധാരാളം നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. കർമാധിപതിയായിരിക്കുന്ന ബുധൻ്റെ അനുകൂല സ്ഥിതിയും നിവൃത്തി സ്ഥാനത്ത് നിൽക്കുന്ന സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴത്തിൻ്റെ സ്വാധീന ശക്തിയും മൂലം സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയിട്ട് മുന്നോട്ട് പോകുന്ന പക്ഷം ഭാഗ്യാഭിവൃദ്ധിയും ധാരാളം നേട്ടങ്ങൾക്കും സാധ്യത കാണുന്നുണ്ട്. അതുമൂലം സാമ്പത്തികപരമായിട്ടുള്ള ഭദ്രത കുറേയൊക്കെ മെച്ചപ്പെടുവാനും അനുകൂല സമയമാണ്. ഇനി വിദ്യാർത്ഥികൾക്കും വളരെ അനുകൂലമായിട്ടുള്ളൊരു സമയമാണ്. പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ സാധിക്കുന്നതായിട്ടൊരു സമയമാണ്. ഇനി ഭാര്യ ഭർത്തൃ ബന്ധങ്ങളിലാണെങ്കിലും കുടുംബത്തിലാണെങ്കിലും കുടുംബ ബന്ധങ്ങളിലാണെങ്കിലും സന്തോഷവും സമാധാനവും നിലനിൽക്കുന്നതായിട്ടുള്ളൊരു സമയമാണ്. പൊതുവേ ധനുരാശിക്കാർക്ക് നല്ലൊരു സമയമാണ് ഈ ഒരാഴ്ചക്കാലം. അതുകൊണ്ട് നവഗ്രഹ ക്ഷേത്രത്തിലെ ശനീശ്വരന് എള്ളെണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നതും ശനീശ്വരനെ നീരാഞ്ജനം ചെയ്യുന്നതും നെയ്വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതും ധനുരാശിക്കാർക്ക് വളരെ ഗുണം ചെയ്യും. ഉത്രാടം നക്ഷത്രം 45 നാഴികയും തിരുവോണം നക്ഷത്രവും അവിട്ടം നക്ഷത്രം 30 നാഴികയും കൂടിച്ചേരുന്ന മകരം രാശിയിൽ ജനിച്ചവർക്ക് വളരെയധികം ശ്രദ്ധയും വളരെയധികം ഈശ്വരാനുഗ്രഹവും കൂടുതലും വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ്. പ്രത്യേകിച്ച് ആരോഗ്യ പരിപാലനത്തിലും ജീവിത അനുഷ്ഠാനങ്ങളിലും കൂടുതലും ശ്രദ്ധിക്കണം. ഈ ആഴ്ചയുടെ ആരംഭത്തിൽ സുഖസ്ഥാനാധിപനായിരിക്കുന്ന ചൊവ്വയും രോഗസ്ഥാനാധിപനായിരിക്കുന്ന ബുധനും അഷ്ടമാധിപനായിരിക്കുന്നതായ സൂര്യനും ദുരിതഭാവസ്ഥിതി വരുന്നതുകൊണ്ട് ഈ ആഴ്ചയുടെ ആരംഭഘട്ടത്തിൽ ആലോചന കൂടാതെ പെട്ടെന്ന് തീരുമാനങ്ങൾ എടുത്ത് പ്രവർത്തിക്കുന്ന പക്ഷം മനസ്സമാധാനക്കുറവിന് സാധ്യത കാണുന്നുണ്ട്. എന്നാലോ ഈ ആഴ്ചയുടെ അവസാന ഘട്ടത്തിലാണെങ്കിൽ ഈ ബുധനും ചൊവ്വയും സൂര്യനും ജന്മരാശിയിലൂടെ സഞ്ചാരം തുടങ്ങുന്നതുകൊണ്ട് ആഴ്ചയുടെ അവസാന ഘട്ടത്തിൽ നിലനിന്നിരുന്നതായ വിഷമഘട്ടങ്ങളെ തരണം ചെയ്ത് നേട്ടങ്ങൾക്കും മനസ്സന്തോഷത്തിനും അഭിവൃദ്ധിയിലേക്കും എത്തിച്ചേരാമെന്നുള്ളതായ മനോബലം കിട്ടുന്നതായിട്ടൊരു സമയമാണ്. തൊഴിൽപരമായിട്ടും ഈ ആഴ്ചയുടെ അവസാന ഘട്ടത്തിൽ അഭിവൃദ്ധിക്കും ഉയർച്ചയ്ക്കും സാധ്യത കാണുന്നുണ്ട്. ഇനി കുടുംബത്തിലാണെങ്കിലും കുടുംബ ബന്ധങ്ങളിലാണെങ്കിലും സന്താനഭാവങ്ങളിലെല്ലാം ഈ ആഴ്ചയുടെ തുടക്കത്തിൽ ശ്രദ്ധിക്കണം.
അവസാന ഘട്ടത്തിലാണെങ്കിൽ ഗുണാനുഭവങ്ങൾക്കും മനസ്സന്തോഷത്തിനും സാധ്യത കാണുന്നുണ്ട്. വിദ്യാർത്ഥികൾക്കാണെങ്കിൽ കഠിനാധ്വാനം ചെയ്തു പഠിക്കുന്ന കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കൊടുക്കുന്ന പക്ഷം വിജയ സാധ്യത കാണുന്നുണ്ട്. എങ്കിലും ധനപരമായിട്ടുള്ളതായ കൊടുക്കൽ വാങ്ങലുകളിൽ പ്രത്യേകിച്ച് നഷ്ടം വരാതെ നോക്കണം. ഈ ഒരു സമയങ്ങളിൽ അപ്രതീക്ഷിതമായിട്ടുള്ളതായ ചിലവ് വർധനവിന് സാധ്യത കാണുന്നതുകൊണ്ട് സാമ്പത്തിക സ്ഥിതിയിൽ ചാഞ്ചാട്ടം വരാതെ ശ്രദ്ധിക്കണം. അതുകൊണ്ട് മകരം രാശിക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലം കാണുന്നതായിട്ടൊരു സമയമാണ് ഈ ഒരാഴ്ചക്കാലം. അതുകൊണ്ട് വിഷ്ണു ക്ഷേത്രത്തിലെ ഭഗവാന് അഷ്ടോത്തര മന്ത്രം കൊണ്ട് അർച്ചന ചെയ്ത് പ്രാർത്ഥിക്കുന്നതും നെയ്വിളക്ക് വയ്ക്കുന്നതും വളരെ ഉചിതമാണ്. അവിട്ടം നക്ഷത്രം 30 നാഴികയും ചതയം നക്ഷത്രവും പൂരോരുട്ടാതി നക്ഷത്രം 45 നാഴികയും കൂടിച്ചേരുന്ന ഈ കുംഭം രാശിയിൽ ജനിച്ചവർക്ക് ഈ ഒരാഴ്ചക്കാലത്ത് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലം കാണുന്നതായിട്ടൊരു സമയമാണ്. ആയതുകൊണ്ട് ആരോഗ്യപരിപാലനത്തിൽ, ജീവിത അനുഷ്ഠാനങ്ങളിൽ ശ്രദ്ധിക്കേണ്ടതാണ്. ഈ ആഴ്ചയുടെ ആരംഭഘട്ടത്തിൽ കർമാധിപതിയായിരിക്കുന്ന ചൊവ്വയും നിവർത്തിനാഥനായിരിക്കുന്നതായ സൂര്യനും ലാഭസ്ഥാനത്ത് സഞ്ചരിക്കുന്നത് കൊണ്ട് കർമ്മപരമായിട്ട്, തൊഴിൽപരമായിട്ട് നേട്ടങ്ങൾക്കും അഭിവൃദ്ധിക്കും എല്ലാം സാധ്യത കാണുന്നുണ്ട് ഈ ആഴ്ചയുടെ ആരംഭത്തിൽ. എന്നാൽ ആഴ്ചയുടെ അവസാന ഘട്ടത്തിലാണെങ്കിൽ ഈ കർമാധിപതിയും നിവൃത്തിനാഥനും ദുരിതസ്ഥാനമായിട്ടുള്ള 12-ാം ഭാവത്തിലൂടെ സഞ്ചരിക്കുന്നത് കൊണ്ട് കർമ്മസംബന്ധമായിട്ട് വളരെയധികം ശ്രദ്ധയോടുകൂടി, വളരെയധികം ദീർഘവീക്ഷണത്തോടു കൂടിയിട്ട് മുന്നോട്ട് പോകേണ്ടതായിട്ട് വരും. ഇനി വിദ്യാർത്ഥികൾക്കാണെങ്കിൽ കഠിനാധ്വാനം ചെയ്ത് പഠിക്കുന്ന കാര്യങ്ങളിലേക്ക് കൂടുതലും ശ്രദ്ധ കൊടുക്കേണ്ടുന്നതായിട്ടൊരു സമയമാണ്. കുടുംബത്തിലാണെങ്കിലും, കുടുംബ ബന്ധങ്ങളിലാണെങ്കിലും, ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലാണെങ്കിലും പരസ്പരം കാര്യങ്ങളെയെല്ലാം തന്നെ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകണം. പ്രത്യേകിച്ച് ആഴ്ചയുടെ അവസാന ഘട്ടങ്ങളിൽ അഭിപ്രായ ഭിന്നതകളോ മനോവിഷമതകളോ തർക്കങ്ങളോ വരാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ധനപരമായിട്ട് അഭിവൃദ്ധിക്കും ശ്രേയസ്സിനും എല്ലാം സാധ്യത കാണുന്നുണ്ടെങ്കിലും അപ്രതീക്ഷിതമായിട്ടുള്ളതായ ചിലവ് വർധനവിന് സാധ്യത കാണുന്നതുകൊണ്ട് സാമ്പത്തിക സ്ഥിതിയിൽ ചാഞ്ചാട്ടം വരാതെ നോക്കണം ഈ ഒരു സമയങ്ങളിൽ. അതുകൊണ്ട് കുംഭം രാശിയിൽ ജനിച്ചവർ നവഗ്രഹ ക്ഷേത്രത്തിൽ ശനീശ്വര പ്രീതികരമായിട്ട് നീരാഞ്ജനം വഴിപാട് ചെയ്യുന്നതും നെയ്വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതും വളരെ ഗുണം ചെയ്യും. പൂരോരുട്ടാതി നക്ഷത്രം 15 നാഴികയും ഉത്രട്ടാതി നക്ഷത്രവും രേവതി നക്ഷത്രവും കൂടിച്ചേരുന്ന ഈ മീനം രാശിയിൽ ജനിച്ചവർക്ക് ഈ ഒരാഴ്ചക്കാലത്ത് ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നതായിട്ടൊരു സമയമാണ്. ജന്മരാശിയാധിപനായിരിക്കുന്ന വ്യാഴത്തിൻ്റെ സ്വാധീന ശക്തി മൂലം ആരോഗ്യസ്ഥിതി പൊതുവെ തൃപ്തികരമായിട്ട് കാണുന്നുണ്ട്. എന്നാലോ ജന്മരാശിയിൽ ദുരിതാധിപനായിരിക്കുന്ന ശനിയുടെ സ്വാധീനശക്തി നിലനിൽക്കുന്നതുകൊണ്ട് യാത്രകളിലും ഡ്രൈവിങ്ങിലും എല്ലാം തന്നെ ശ്രദ്ധ വേണം. കഴിവതും അനാവശ്യമായിട്ടുള്ള യാത്രകളെ ഒഴിവാക്കുന്നത് നല്ലതാണ് ഈ ഒരു സമയങ്ങളിൽ. ഇനി തൊഴിൽപരമായിട്ട് ചിന്തിക്കുമ്പോഴാണെങ്കിൽ സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും, ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും, ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ധാരാളമായിട്ടുള്ള നേട്ടങ്ങൾക്കും അതുമൂലം സാമ്പത്തികപരമായിട്ടുള്ള ഭദ്രതയ്ക്കും എല്ലാം സാധ്യത കാണുന്നതായിട്ടൊരു സമയമാണ്. വിദ്യാർത്ഥികൾക്കും പഠന സംബന്ധമായിട്ട് വളരെ അനുകൂലമായിട്ടൊരു സമയമാണ്. കുടുംബത്തിലാണെങ്കിലും, കുടുംബ ബന്ധങ്ങളിലാണെങ്കിലും, ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലും, സന്താനഭാവങ്ങളിലും എല്ലാം തന്നെ അഭിവൃദ്ധിക്കും മനസ്സന്തോഷത്തിനും സാധ്യത കാണുന്നുണ്ട് ഈ ഒരു സമയങ്ങളിൽ. അതുകൊണ്ട് മീനം രാശിയിൽ ജനിച്ചവർ ഈ ഒരു സമയത്ത് നവഗ്രഹ ക്ഷേത്രത്തിൽ ശനീശ്വര പ്രീതികരമായിട്ട് നീരാഞ്ജനം വഴിപാട് ചെയ്യുന്നതും നെയ്വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതും വളരെ ഗുണം ചെയ്യും.